أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه الفائزين برضا الله أجمعين. أما بعد. ഏറ്റവും ബഹുമാന്യനായ ഖാലിദ് ഉസ്താദ് അവറുകൾ, പ്രിയ സുഹൃത്ത് എന്ന് ഞാൻ പറയുമ്പോൾ അത് അദബുകടായി പോകുന്നു വിചാരിക്കുകയാണ്. ഉസ്താദ് അത് തന്നെ. ബഹുമാന്യനായ ഉസ്താദ് സിദ്ദീഖ് ഹസനി അവറുകൾ, വേദിയിലുള്ള മറ്റു ബഹുമാനികളെ, ഏറ്റവും ആദരണീയരായ, മനഃപൂർവ്വമാണ് അവ ഉപയോഗിക്കുന്നത്, ആദരണീയർ ആയതുകൊണ്ട് തന്നെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാടിന്റെ ഈ ഒരു ഓരത്ത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ധീരമായ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഉസ്താദിനും വിദ്യാർത്ഥികൾക്കും എല്ലാ തരത്തിലുള്ള വിജയങ്ങളും നൽകട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്നെ ഏൽപ്പിച്ചത് ഉദ്ഘാടനം ചെയ്യാനാണ്. മുഖ്യപ്രഭാഷകന്റെ തലവട്ടം കണ്ടില്ല, അവിടെ എപ്പോ വരും ഇൻഷാ അല്ലാഹ്. ബഹുമാനികളെ, ഞാൻ ആമുഖം പറഞ്ഞ് സമയം കളയുന്നില്ല, നിങ്ങളോട് ചിലത് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ നേതാവാണ്. നമുക്കെന്ന് പറയുമ്പോൾ ലോകത്തിന് ഇന്ന് ആവശ്യമുള്ള ഇന്നിന്റെ നിലനിൽപ്പിനും ആധുനിക വർത്തമാന ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കുമുള്ള മുഴുവൻ പരിഹാരങ്ങളും നിർദ്ദേശിച്ച മഹോന്നതനായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണെന്നതിൽ അഭിമാനമുള്ളവരാണ് നാം എല്ലാവരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴായി പല വിഷയങ്ങളിൽ ആയിരക്കണക്കായ നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ സമാഹാരം ഹദീസ് ഗ്രന്ഥങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, നിലവിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, ഉസ്താദ് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നന്മ എഴുതുന്ന മലക്കിന് കൂടുതൽ ജോലി നമ്മൾ നൽകിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നന്മ ഉൾപ്പെടെ നന്മകളുടെ വലിയ ഭണ്ഡാകാരങ്ങൾ നമുക്ക് മുന്നിൽ സമ്മാനിച്ച ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയ ഒരു വാക്ക്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലിഖ്. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലിഖ്. ഒരു നന്മയെയും നീ നിസ്സാരമായി വിചാരിക്കരുതേ. അതൊരു ചെറിയ കാര്യമാണല്ലോ എന്ന് ഏതൊരു നല്ല കാര്യത്തെ കുറിച്ച് പോലും വിചാരിച്ചു പോകരുതേ. ലാ തഹ്തിറന്ന, ഒരു കാരണവശാലും നീ നിസ്സാരമാണെന്ന്, ചെറുതാണെന്ന് കരുതി പോകരുത്. മിനൽ മഅറൂഫ്, നന്മകളായി നിന്റെ ബുദ്ധിക്ക് തോന്നുന്ന, നന്മകളായി ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ ഒരു കാര്യത്തെ പോലും, വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലിഖ്, അതെത്രത്തോളമായാലും നീ നിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കണ്ടുമുട്ടുന്ന വിഷയമായാൽ പോലും അതുപോലും ഒരു ചെറിയ കാര്യമായി നീ കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലിഖ്, പലപ്പോഴും ചെറിയ കാര്യമായി, നിസ്സാര കാര്യമായി, വലിയ പ്രാധാന്യം കൊടുക്കാതെ നാം ചിന്തിക്കുന്ന ചില കാര്യങ്ങള് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെത്ര മനോഹരമാണെന്നും എത്ര മഹത്തരമാണെന്നും അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകം നേടിയെടുക്കുന്നതിൽ, നേടിത്തരുന്നതിൽ നമുക്കതെത്ര നിർണായകമായ റോള് വഹിക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ടെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉപദേശിക്കുകയാണ്. ഒരൊറ്റ നന്മയെപ്പോലും ചെറുതാണെന്ന് വിചാരിക്കല്ലേ, നിസ്സാരമാക്കല്ലേ. ചിലപ്പോ അതൊരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കുന്നതാകാം. ചിലപ്പോ നമ്മൾ നോക്കുമ്പോ റോഡരികിൽ കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു കാക്കയുടെ കാല് ഒടിഞ്ഞതിന്റെ പേരിൽ അതെന്തോ അപകടത്തിൽപ്പെട്ട് റോഡരികിൽ ചിറകൊടിഞ്ഞു കിടക്കുന്നതാകാം. ചിലപ്പോ നമ്മൾ കാണുന്ന ഒരു നായ ദാഹിച്ചു നിൽക്കുകയാണ്, എല്ലാവരും കല്ലെറിഞ്ഞോടിക്കുകയാണ്, അതിന് അല്പം ദാഹജലം കൊടുക്കുന്നതാകാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയതുപോലെ പച്ചയായ കരളുള്ള ഏതൊരു ജീവിക്ക് ഉപകാരം ചെയ്താലും നിനക്കതിൽ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നിസ്സാരമെന്ന് ഒരു കാക്ക റോഡരികത്ത് ചിറകൊടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ അതൊരു വലിയ കാര്യമായി നമ്മൾ പരിഗണിക്കാറില്ല. അങ്ങനല്ലേ ഒരു പൂച്ച ഒട്ടിയ വയറുമായി പലപ്പോഴും നമ്മുടെ അടുക്കള വാതിൽക്കൽ വരാറുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ പൂച്ചയെ വളർത്തുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഇപ്പോ ഒരു തവണ ഭക്ഷണം കൊടുത്താൽ ഇനിയും സമയാസമയങ്ങളിൽ ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ പൂച്ച ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നും ചിന്തിച്ചിട്ട് അതിനെ ഓടിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ. നന്മയായ ഒരു കാര്യത്തെയും ഒരൊറ്റ കാര്യത്തെ പോലും നീ നിസ്സാരമാക്കരുത്. ഉദാഹരണം പറഞ്ഞു തരുന്നില്ലേ, ചരിത്രം പറഞ്ഞു തരുന്നില്ലേ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ള തന്നെ കഥ പറഞ്ഞു തരുന്നുണ്ട്. അത് വെറും കഥയല്ല, നടന്ന സംഭവമാണ്.